എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം ഒരുവിധം എല്ലാ കുടുംബക്കാർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായ സംശയമാണ്. കാരണം വെച്ചാൽ എൻ്റെ വീഡിയോയുടെ താഴെ ഏത് വിഷയമാണോ ഞാൻ പ്രഭാഷണം ചെയ്യുന്നത് അതൊന്നും നോക്കാതെ തന്നെ അതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്താണെന്നറിയോ? വീട്ടിൽ തൂക്കുവിളക്ക് വെക്കാൻ പാടുണ്ടോ? സന്ധ്യക്ക് നമ്മൾ വീടുകളിൽ നിലവിളക്കാണ് കൊളുത്തുക. ഈ സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തുന്നതിന് പകരം അവിടെ നമ്മൾ തൂക്കുവിളക്കായിട്ട് ലക്ഷ്മി വിളക്കുണ്ട്, സരസ്വതി വിളക്കുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വിളക്കുണ്ടല്ലോ, ചങ്ങലയായിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ളത്. ആ വിളക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പം തൂക്കുവിളക്ക് അറിയാത്താക്കി ഞാനിതാ ഇവിടെ സാമ്പിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനെയാണ് ഈ തൂക്കുവിളക്ക് എന്ന വിധത്തിൽ പറയുന്നത്. ഈ വിളക്ക് ഇതിപ്പോൾ മഹാലക്ഷ്മിയുടെ രൂപം ഉണ്ടാവും, സരസ്വതിയുടെ രൂപം ഉണ്ടാവും, അങ്ങനെ ഏതെങ്കിലും ദേവിമാരുടെ രൂപമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കൃഷ്ണൻ്റെ രൂപമൊക്കെ ആയിട്ട് അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിളക്ക് വീട്ടിൽ വെക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ടതെന്നറിയോ? എന്തിനാണ് വിളക്ക് കൊളുത്തുന്നത് എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. എന്നാലല്ല ഈ തൂക്കുവിളക്ക് കൊളുത്തുന്നതിനെ കൊണ്ട് ദോഷമോ ഗുണമോ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. പലരും പറയുന്നത് എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തേ തൂക്കുവിളക്ക് വീട്ടിൽ വെച്ചാൽ എന്താ ദോഷം എന്താണ്? അല്ല, അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്, അത് ഒരു കാരണവശാലും വീടുകളിൽ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി, എന്തിനാണ് വിളക്ക് കൊളുത്തുന്നത്? ഈ കാര്യം അറിഞ്ഞാൽ എല്ലാമായി. യഥാർത്ഥത്തിൽ ഈ വിളക്ക് എന്ന് പറയുന്നത് ഒരു ഓടിൻ്റെ സാധനമാണ്. ഈ ഓടിൻ്റെ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ എണ്ണയൊഴിച്ച്, എണ്ണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എണ്ണ ഒഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൽ എണ്ണ ഒഴിക്കേണ്ട എണ്ണയുണ്ട്. അത് ഒന്നിക്കിൽ എള്ളെണ്ണ അല്ലെങ്കിൽ പശുവിൻ നെയ്യ്. ഈ രണ്ട് സാധനം അല്ലാതെ മറ്റൊരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കത്തിച്ചതിൻ്റെ ഗുണം കിട്ടില്ല. ഇത് കത്തിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടില്ല. ദൈവം പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി നിങ്ങൾ വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. മറിച്ച് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ വിളക്ക് കൊളുത്തുന്ന അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് വേണം? ഇതിൽ എള്ളെണ്ണ തന്നെ ഒഴിക്കുക. അതല്ലെങ്കിൽ എന്ത് വേണം? പശുവിൻ നെയ്യ് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, ഗുണവുമില്ല, ദോഷവുമില്ല. പിന്നെ ഇപ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ എല്ലാവരുടെ വേണ്ടി, വിളക്കെണ്ണ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങളത് ഒഴിച്ചേക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ മാറാരോഗം വന്ന് കിടപ്പിലാവും പല ആൾക്കാരും. സ്ഥിരമായിട്ട് വിളക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ള അത്ര മാരകമായ വിഷാംശമാണ് നമുക്ക് എണ്ണയുടെ രൂപത്തിൽ കിട്ടുന്നത്. അത് നമ്മൾ ഉപയോഗിച്ച് വീട്ടിൽ നിലവിളക്ക് കൊളുത്തിയിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെന്നില്ലാത്ത രോഗം വരും. ക്ഷേത്രത്തിലാണെങ്കിൽ ആ പൂജാരി ആസ്മ, ശ്വാസമുട്ടൽ, വലിയൊക്കെ വന്നിട്ട് കിടപ്പിലാവാനും മതി. അതുകൊണ്ട് ആ ഒരു സാധനത്തെ നമുക്ക് പടിക്ക് വെളിയിൽ വെക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഈ വിളക്കിനകത്ത് എണ്ണയൊഴിച്ച് കോട്ടൺ തിരിയിട്ട് അത് കത്തിക്കുന്ന അവസരത്തിൽ എന്താവും? ഈ വിളക്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ തിരിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ കത്തിക്കുന്ന അവസരത്തിൽ എന്തുണ്ടാവും? ഈ പ്രതലം ചൂട് പിടിക്കും. ഈ പ്രതലം ചൂട് പിടിക്കുന്ന അവസരത്തിൽ അന്തരീക്ഷത്തിൽ ഒരു രാസപ്രവർത്തനം നടക്കും. അന്തരീക്ഷത്തിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു പ്രാണോർജ്ജമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. വിളക്കിൽ എള്ളെണ്ണയോ പശുവിനെയ്യാണെങ്കിൽ നല്ലപോലെ ഉണ്ടാവും. എള്ളെണ്ണയാണെങ്കിൽ നമുക്കറിയാം, എള്ള് എന്ന് പറഞ്ഞാൽ അയണാണ്. അത് ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷം ശുദ്ധമാക്കുന്ന സാധനമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് അന്തരീക്ഷത്തിലുള്ള പല മാലിന്യങ്ങളെയും അണുക്കളെയും നശിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഘടകമാണ് നിലവിളക്ക് എന്നർത്ഥം. നിലവിളക്കിൽ എള്ളെണ്ണയോ പശുവിൻ നെയ്യോ ഉപയോഗിച്ച് കത്തിക്കുന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ മുഴുവൻ തന്നെ ശുദ്ധമാക്കാനുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ശുദ്ധമാകുന്നത്? ഈ വിളക്കിൻ്റെ അകത്ത് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തുമ്പോൾ ഈ പറയുന്ന വിളക്ക് ചൂടാകണം. ഈ വിളക്കിൻ്റെ പ്രതലം ചൂട് പിടിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടത്, വിളക്കിൻ്റെ പ്രതലം ചൂട് പിടിക്കുമ്പോൾ. അപ്പോൾ ചൂട് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇതിൽ ആ ചൂട് പിടിക്കുന്ന തരത്തിൽ വിളക്കിൽ തിരിയിടണം. ചെറിയ വിളക്കാണെന്ന് ഇരിക്കട്ടെ, ചെറിയ വിളക്കാണെങ്കിൽ നമുക്ക് ഒരു തിരിയിട്ടാൽ മതി, ഒരു ദുഃഖവും ഉണ്ടാവില്ല കേട്ടോ. ഏകതിരി ദുഃഖം എന്നൊക്കെ പറയും, ഒരു ദുഃഖവും ഇല്ല. അതേപോലെ കത്തിക്കാണ്ടുന്ന പോരെ, ദുഃഖം തീരെ ഉണ്ടാവില്ല. ഒരു തിരി കത്തിച്ച് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കത്തിക്കാണ്ടുന്ന പോലെ ആ ദുഃഖേ ഇല്ലല്ല. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഓരോ ആൾക്കാർ അവനവന് തോന്നുന്ന രീതിയിൽ ഒരു ഊഹം വെച്ച് അടിക്കുന്നതാണ്. നമ്മളെപ്പോഴും യുക്തിപൂർവ്വം മാത്രം ചിന്തിക്കുക. ഞാൻ പറയുന്നതിൽ യുക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ, ഇല്ലെങ്കിൽ തള്ളിക്കളയണം. എന്നത് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല.
അപ്പോൾ ഒരു തിരി ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഗുണം കിട്ടൂല, ചെറിയ ഒരു എനർജി മാത്രമേ കിട്ടൂ. എന്നാലോ 5 തിരിയാണ് ഇടുന്നിരിക്കട്ടെ, കുറച്ച് സാമാന്യം വലിപ്പമുള്ളത്, അങ്ങനെ 5 തിരി. ഇപ്പോൾ ഈ വിളക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 തിരി, ഇത്ര വലിപ്പമുണ്ടെങ്കിൽ 5 തിരി ഇടാം, 7 തിരി ഇടാം. അത്രയും പെട്ടെന്ന് തന്നെ ഈ വിളക്കിൻ്റെ പ്രതലം ചൂട് പിടിക്കും, ആ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലുള്ള അണുക്കളെ മുഴുവൻ തന്നെ നശിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മറത്ത്, വീടിൻ്റെ ഉമ്മറത്താണ് ഒരു വിളക്ക് വെക്കുക. ഉമ്മറത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആ നെഗറ്റീവ് എനർജി വീടിൻ്റെ അകത്തേക്ക് വരുന്നത് അവിടെ തടയും. വീടിൻ്റെ അകത്ത് ഒന്ന് കത്തിക്കും ചില ആൾക്കാർ, രണ്ടും അകത്തും പുറത്തും കത്തിക്കും. അപ്പോൾ വീടിൻ്റെ അകവും ശുദ്ധമാവും, വെളിയിൽ നിന്ന് ഒരു അണുക്കൾ പോലും ഉള്ളിലേക്ക് വരികയും ചെയ്യില്ല. നമ്മൾ കൊതുകുതിരി കത്തിക്കുന്നുണ്ടില്ലേ, പുറത്തൊരു കൊതുകുതിരി കത്തിക്കും, പുറത്തുള്ള കൊതുകുതിരി നമ്മുടെ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉമ്മറത്ത് ചിലപ്പോൾ വീടിൻ്റെ അകത്തും കത്തിക്കും. കാരണം അകത്തുള്ളത് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കാനോ. അതേപോലെ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ആ അണുക്കളെയും അതുപോലെ ദുഷിച്ച അന്തരീക്ഷത്തെയും ശുദ്ധമാക്കാൻ വേണ്ടിയാണ് നിലവിളക്ക് കൊടുക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് തൂക്കുവിളക്കാണെങ്കിലും നിലവിളക്കാണെങ്കിലും ഓട്ട് പാത്രം വേണം. ആ ഓടിൻ്റെ അകത്ത് എള്ളെണ്ണയും അല്ലെങ്കിൽ പശു നെയ്യോ വേണം. കോട്ടൺ തിരി ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. അത് ഏത് വിളക്കായാലും പ്രശ്നമില്ല. അമ്പലത്തിൽ ഇതേപോലെ ഈ തൂക്കുവിളക്ക നമുക്ക് കാണാം. കാരണം അത് നമുക്ക് നിരത്തി വെക്കാൻ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഭക്തന്മാർ വരുമ്പോൾ തട്ടി മറയാൻ പാടില്ല. വീടുകളിലും തൂക്കുവിളക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുണ്ടാകും. ചിലപ്പം വീടുകളിൽ മുട്ടിലടയുന്ന കുട്ടികളുണ്ടാകും. കുട്ടികൾ ഇങ്ങനെ പിച്ച് വെച്ചിട്ടും മുട്ടിലടഞ്ഞിട്ടും വന്നിട്ട് ഈ തറയിൽ വെച്ചിട്ടുള്ള നിലവിളക്ക് ചിലപ്പോൾ കൈകൊണ്ട് പിടിക്കാനും തീ കൊണ്ട് അപകടം സംഭവിക്കാനും ഇടയുള്ളത് കൊണ്ടാണ് തൂക്കുവിളക്ക് വീട്ടിൽ വെക്കുന്നത് ഉത്തമമാണ്. കാരണം ആ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുകളിലാകുമ്പോൾ ഈ കുട്ടികൾക്ക് എത്തില്ല. അതാണ് പ്രധാനമായും വീടുകളിൽ തൂക്കുവിളക്കുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയാൻ കാരണം. അപ്പോൾ പലർക്കും ഒരു സംശയം വരും, ഈ തൂക്കുവിളക്കിൽ എത്രയാണ് തിരിയിടുക? ഇപ്പം ഞാൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു തിരിയല്ലേ ഇടാൻ പറ്റൂ എന്ന് ചിന്തിക്കും. കാരണം എന്താ, ഈ വിളക്കിൻ്റെ ഇവിടെ ഒരു തിരിയിടുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്, ഈ പുറത്തേക്കായിട്ട് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് പലരും ചിന്തിക്കുക. പക്ഷേ വിളക്കിൽ തിരിയിടുമ്പോൾ അങ്ങനെ ഇത്ര തിരിയിടണം എന്നല്ല നോക്കേണ്ടത്. ഈ പ്രതലം ചൂട് പിടിക്കുന്ന തരത്തിൽ ചെയ്യാം. അപ്പോൾ ഈ മുൻഭാഗത്ത് ഈ ഒരു നാക്കുണ്ടല്ലോ, ഇവിടെ നമുക്ക് തിരിയിടാം. ഇതിന് നേരെ പുറകു വശത്തും തിരിയിടാം. നമുക്കറിയാം, ഒരു ശിവക്ഷേത്രത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയും പിൻവിളക്ക് എന്ന് പറയുന്നൊരു സമ്പ്രദായം. മുന്നിലൊരു വിളക്ക് കത്തിക്കും, പിൻവിളക്കുണ്ട്. പിൻവിളക്ക് വഴിപാടായിട്ട് നേരാറുണ്ട്. അപ്പോൾ ഈ വിളക്കിനെ സംബന്ധിച്ചോളം പിൻവിളക്കെന്ന രീതിയിൽ പുറകിലും കത്തിക്കാം, മുന്നിലും കത്തിക്കാം. ഇനി മുന്നിൽ ഈ നാക്കുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ തിരിയിടണോ വേണമെന്നില്ല. നിങ്ങൾക്ക് നിറയെ, നമുക്കറിയാം ശ്രീകോവിലിൻ്റെ അകത്ത് വിളക്കിൻ്റെ മുന്നിൽ കാണുന്ന ചെറിയ മുല്ലമുട്ട് പോലെ കുറേ തിരിയിടുന്ന ചെറിയ തിരിയാക്കിയിട്ട് അതുപോലെ നിറയെ തിരിയിട്ടാൽ ഉത്തമമാണ്. വേണ്ടി വന്ന് പുറകിലൂടെ. അപ്പോൾ മുൻഭാഗത്ത് നിറയെ തിരിയണമെങ്കിൽ ഒരു 5, 10, 11 എത്ര വേണം നമുക്ക് തിരിയിടട്ടെ. അത് 4ആയിപ്പോയി. 4 എന്താ ദുഃഖം? ഒരു പ്രശ്നമില്ല. 4 സർവ്വവ്യാധി എന്ന് പറയുന്നത്, നിറയെ രോഗം ഉണ്ടാവുന്നത്, രോഗം ഇല്ലാണ്ടാക്കയ്യ. 4 രോഗം ഉണ്ടെങ്കിൽ പിന്നെ 5 എന്താ അവസ്ഥ? ചില ആൾക്കാർ 4 കഴിഞ്ഞാൽ ദാരിദ്ര്യമാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 5 ദാരിദ്ര്യം വരുമോ? കാരണം എന്താ, ഏറ്റവും കൂടുതൽ എണ്ണ കത്തുന്നത് 5 അപ്പോൾ നമുക്ക് എത്രയാണ് തിരിയിടുന്നത്? വളരെ നേരിയ ചെറിയ തിരി നമ്മൾ മുറിച്ചിട്ട് എല്ലാ ഭാഗത്തായിട്ട് ഇട്ടിട്ട് വിളക്ക് അതുകൊണ്ട് വളരെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ പോസിറ്റീവ് എനർജി ഉണ്ടാവും. കുടുംബത്തിലെല്ലാ സ്ഥലത്തും ആ വീട്ടിലെല്ലാം തന്നെ ആ പോസിറ്റീവ് എനർജി നിറഞ്ഞു കിടക്കും എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ വിളക്ക് നമുക്ക് വീടിൻ്റെ ഉമ്മറത്താണെങ്കിൽ അവിടെ ഒരു ഇങ്ങനെ കുളത്തിയിടാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തൂക്കിയിടാം, തൂക്കുവിളക്കായിട്ട് അടിയിടാം. പൂജാമുറിയിൽ നമുക്ക് ഇതേപോലെ തൂക്കിയിടാം. അപ്പോൾ ഉള്ളിലായാലും എവിടെയായാലും ഈ തൂക്കുവിളക്ക് ഉത്തമമാണ്, ഒരിക്കലും ദോഷമല്ല. നിരത്ത് വെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റാൻഡിൽ വെക്കുന്ന തരത്തിൽ നിലവിളക്ക് വെക്കുമ്പോൾ അതിന് സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് തൂക്കുവിളക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ തൂക്കുവിളക്കാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ദോഷമില്ല. ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അയ്യോ മഹാഭാവമാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വര കോപം ഉണ്ടാവും, ഒരു കോപം ഉണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ടാക്കുക. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇവിടെ നമുക്ക് ഒരു ദോഷവും ഇല്ല. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിനാണ്, നമ്മുടെ ആനന്ദത്തിനാണ്. ഇത് കത്തിക്കാത്തൊക്കെ ഈ പ്രശ്നമൊന്നുമില്ല. കത്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒന്നും പുറകിൽ പോയി തലയിടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വീട്ടിൽ അശുദ്ധി ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം നിലവിളക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കത്തിക്കുന്ന സമയമുണ്ട്. സന്ധ്യാസമയത്താണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ മാലിന്യങ്ങളും അണുക്കളും നിറഞ്ഞു കിടക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി പറയുന്നത്.
അപ്പോൾ ആ സന്ധ്യാസമയത്തുള്ള അന്തരീക്ഷം പൂർണ്ണമായും ശുദ്ധമാക്കാനും നമ്മൾ ആ അണുക്കളും കാര്യങ്ങളും ബാധിക്കാതിരിക്കാനുമാണ് ഈ സന്ധ്യാസമയത്ത് നിലവിളക്കിന്റെ അരികിലിരുന്ന് നാമം ജപിക്കാൻ പറയുന്നത്. അരികിലിരുന്ന് നാമം ജപിച്ചിട്ടേ സാർ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. കാരണം എന്താ, ഈ ചുറ്റുവട്ടം മുഴുവൻ തന്നെ ശുദ്ധമായ അന്തരീക്ഷമായിരിക്കും. അപ്പോൾ ശുദ്ധമായ അന്തരീക്ഷത്തിൽ നമ്മൾ അല്പസമയം ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്താ, ഈ പുറത്തുള്ള രോഗാണുക്കളോ അല്ലെങ്കിൽ മാലിന്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ നിലവിളക്ക് കൊളുത്തി അതിൻ്റെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നാമജപം എന്ന് പറയുന്ന സമ്പ്രദായം വന്നത്. നിങ്ങൾ വിളക്കിൻ്റെ അരികിൽ ഇരുന്നിട്ട് കുറച്ച് സമയം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയോ നാമം ജപിക്കുകയോ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അത്രയേറെ ഗുണമാണ്. സന്ധ്യാസമയത്ത് നമ്മൾ പുറത്ത് മറ്റെവിടെയും പോയി നിൽക്കരുത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ ഈ വിളക്കിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് കാണിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ മരിച്ച വീടുകളിലും മരിച്ച വ്യക്തിയുടെ ശവശരീരത്തിന്റെ തലക്ക് മുകളിൽ നിലവിളക്ക് കൊളുത്തി വെക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, വിളക്ക് ഇതാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊലയുണ്ടെങ്കിൽ വീട്ടിൽ വിളക്ക് കൊളുത്താൻ പറ്റുമോ എന്ന്. മരിച്ച വീട്ടിൽ മരിച്ച വ്യക്തിയുടെ തലക്ക് മുകളിൽ നിലവിളക്ക് കൊളുത്തി വെക്കുന്നുണ്ട്. അതെന്തിനാ അവിടെ വിളക്ക് കൊളുത്തി വെക്കുന്നത്? ഈ ശരീരം നിശ്ചിത സമയമാകുമ്പോൾ തന്നെ ജീർണിക്കും. ശരീരം നിശ്ചിത ശതമാനം സമയമാകുമ്പോൾ ജീർണിക്കുമ്പോൾ അതിൽ നിന്നും വല്ലാത്ത ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള രോഗാണുക്കൾ പുറത്തേക്ക് ചാടും, അണുക്കൾ പുറത്തേക്ക് ചാടും. ഈ അണുക്കൾ പുറത്തേക്ക് ചാടുന്നത് നമ്മുടെ ഈ പറയുന്ന ശരീരത്തിലെ സുഷിരങ്ങളിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരിക. അങ്ങനെ വെക്കുമ്പോൾ 2 ചെവിയുണ്ട്, 2 കണ്ണുണ്ട്, 2 മൂക്കുണ്ട്, വായയുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് ഈ അണുക്കൾ അങ്ങോട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ ഈ അണുക്കളെ നശിപ്പിക്കേണ്ട ഇതുകൊണ്ട് തന്നെയാണ് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ തലക്കരികിൽ തന്നെ നിലവിളക്ക് കൊളുത്തുന്നത്. ഇതിലൊക്കെ ശാസ്ത്രീയമായ വശമുണ്ട്. ഇതൊക്കെ പണ്ട് കാലങ്ങളിലെ നമ്മുടെ കുടുംബത്തിലെ ആചാര്യന്മാരായാലും മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞത് അതുകൊണ്ടാണ് തലയ്ക്ക് മുകളിൽ ഇത് കത്തിച്ചു വെക്കുന്നത്. കാരണം ഈ അണുപ്രസരം കുറക്കാൻ വേണ്ടിയിട്ട്. തീർന്നിട്ടില്ല, എന്നിട്ടോ ഈ അണുക്കൾ പൂർണ്ണമായി നശിക്കണമെങ്കിൽ 10 ദിവസമെങ്കിലും വേണം. അപ്പൊ അതിന്റെ ആ പ്രസരം കുറക്കാനും ആ അണുക്കൾ പെറ്റുപെരുകി കൂടുതലാകാതിരിക്കാനും വേണ്ടി ഈ മരിച്ച വീട്ടിൽ ചുരുങ്ങിയതിന് 10 ദിവസമെങ്കിലും നിലവിളക്ക് അണയാതെ സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ പറയുന്നതറിയോ, അയ്യോ ഞാനിങ്ങനെ ഒരു മരിച്ച വീട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് എൻ്റെ വീട്ടിൽ വിളക്ക് കൊളുത്താൻ പറ്റുമോ? എനിക്കൊരു പൊലയുണ്ട്, എനിക്ക് അവിടെ വിളക്ക് കൊളുത്താൻ പറ്റുമോ? ഇത്തരത്തിലാണ് ചോദ്യം വരുന്നത്. നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കാത്തത്? പൊലയും വാലായുമൊന്നും നിലവിളക്കിന് ബാധകമേ അല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ മരിച്ചപ്പോൾ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. പിന്നെ ആരാന്റെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് വരും, നമ്മളെന്തിനാ നിലവിളക്ക് കൊളുത്താൻ എടുക്കുന്നത്? അപ്പൊ നിലവിളക്ക് കൊളുത്തണം. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആളാണ്, നിർബന്ധമായിട്ടും വായിക്കണം. പുണ്യഗ്രന്ഥങ്ങളും വായിക്കുക, നിലവിളക്കും കൊടുത്ത്, ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊന്നല്ല. അപ്പോൾ നമ്മുടെ വീട് ശുദ്ധമാക്കാൻ നമുക്ക് വിളക്ക് കൊളുത്തണം. അത് ഇന്ന വിളക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് വിളക്ക് കൊളുത്തണം എന്നൊരു നിർബന്ധമില്ല. പരമാവധി വലിയ വിളക്കാണെങ്കിൽ നല്ലത്, അതിൽ നിറയെ തിരിയിടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ അത്രയും എണ്ണ വേണ്ടി വരും. 48 മിനിറ്റാണ് ചുരുങ്ങിയത് വിളക്ക് കൊളുത്തേണ്ടത്. ആ 48 മിനിറ്റിന് കണക്കാക്കിയിട്ട് എണ്ണ ഒഴിച്ചാൽ മതി. 48 മിനിറ്റ് എന്ന് പറയുമ്പോൾ സന്ധ്യക്കാണെങ്കിൽ ഗോധൂളി മുഹൂർത്തം എന്ന് വെച്ചാൽ അസ്തമയത്തിന് തൊട്ട് മുമ്പുള്ള 48 മിനിറ്റ്. അസ്തമയത്തിന് തൊട്ട് മുമ്പുള്ള 48 മിനിറ്റ് മുമ്പ് അടിച്ച് തെളിച്ച് ശുദ്ധമാക്കി വെള്ളമൊക്കെ പാറ്റിയതിന് ശേഷം നമ്മൾ നിലവിളക്ക് കൊടുത്താൽ ചുരുങ്ങിയതൊരു 48 മിനിറ്റ്. ആ 48 മിനിറ്റ് കത്തിക്കുക. രാവിലെയും അതേപോലെ തന്നെ സരസ്വതി യാമത്തിൽ, ബ്രഹ്മമുഹൂർത്തത്തിലെ സരസ്വതി യാമത്തിൽ അസ്തമയത്തിന് 48 മിനിറ്റ് മുമ്പുള്ള സമയം കത്തിക്കുന്നത് നല്ലത്. ആ സമയത്ത് ഈ 2 സമയങ്ങളിലാണ് അണുപ്രസരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ വിളക്ക് കൊളുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പണ്ട് കാലങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിതിന് ശാസ്ത്രീയത അറിയാത്തതുകൊണ്ട് അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്നൊക്കെ പറഞ്ഞു തള്ളുന്നു പല ആൾക്കാരും. അപ്പോൾ പൊലയോ വാലായ്മയോ ഒന്നും തന്നെ നിലവിളക്കിന് ബാധകമല്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ വാലായ്മയുണ്ടാവും. ഈ വാലായ്മയിലെടുത്ത് നിലവിളക്ക് കൊളുത്താൻ പാടില്ലെന്ന് ചില ആൾക്കാർ പറയും. തെറ്റ്. യഥാർത്ഥത്തിലും ജനിച്ചു കിടക്കുന്ന ആ കുട്ടിയുടെ അരികിലും ആ പ്രസവം കഴിഞ്ഞ സ്ത്രീയുടെ അരികിലും നിലവിളക്ക് കൊളുത്തുന്നത് ഉത്തമം. കാരണം പുറമെയുള്ള രോഗാണുക്കൾ ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും ബാധിക്കാതിരിക്കാൻ നിലവിളക്ക് കൊളുത്തി വെക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യമാണ്. നമ്മളെന്താ പറയാന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ തരത്തിലുള്ള ഓട്ടുവിളക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഉപയോഗിച്ചിരുന്നത് മണ്ണെണ്ണയല്ല, അതിൽ കൃത്യമായിട്ട് എള്ളെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് എപ്പോഴും വെളിച്ചം വേണമെന്ന് പറയാം. പക്ഷെ വെളിച്ചമല്ല, അണുപ്രസരം ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ എപ്പോഴും ഈ പറയുന്ന നിലവിളക്ക് കൊളുത്തി വെച്ചിരുന്നത്. അപ്പം നിലവിളക്കായാലും തൂക്കുവിളക്കായാലും കുത്തുവിളക്കായാലും ഏത് വിളക്കായാലും വേണ്ട, ഓട്ടിൻ്റെ വിളക്കാണെങ്കിൽ അതിൽ എള്ളെണ്ണ ഒഴിച്ച് പശു നെയ്യ് ഒഴിച്ച് ഇതിൽ ഏത് എണ്ണയായാലും വേണ്ടില്ല അതൊഴിച്ചിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ്. അങ്ങനെ ചെയ്യുന്നത് വീടിൻ്റെ അന്തരീക്ഷം ശുദ്ധമാക്കാനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും രോഗാണുക്കളിൽ നിന്നും മാനസികമായ ഉന്മേഷം ഉണ്ടാക്കാനും രോഗാണുക്കളിൽ നിന്നും മുക്തി നേടാനും ഒക്കെ ഈ നിലവിളക്ക് വീട്ടിൽ കത്തിക്കുന്നത് നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഈ നിലവിളക്കിനെ കുറിച്ച് അതിവിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. നിലവിളക്ക് പൊലിക്കേണ്ട വിധം, കത്തിക്കേണ്ട വിധം, അതിലെ മറ്റുള്ള ആധികാരികമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളത് കാണുക. അത് കാണുമ്പോൾ നിലവിളക്കിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോൾ ഇനി നിലവിളക്കിനെ കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ തൂക്കുവിളക്കിനത് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായ ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. പല ആൾക്കാരും പറയും വീടുകളിൽ ഇത് കത്തിക്കാൻ പാടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമവും ഇല്ല. നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി കത്തിക്കുന്ന സാധനമാണ്, അവർക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് നമുക്ക് കത്തിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ മറ്റുള്ളവർ പരമാവധി ആൾക്കാരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ആരാണോ നിങ്ങളോട് ഇങ്ങനെയുള്ള സംശയം വെക്കുന്നത് അവർക്ക് ഈ വീഡിയോ കൊടുക്കുക. ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കാം. ഇത് മാത്രമല്ല, ഈ ആധ്യാത്മികം, ആചാരം, അനുഷ്ഠാനം തുടങ്ങിയവയെക്കുറിച്ച് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ വേറെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. അവിടെ നിന്ന് നേരിട്ട് പരമാവധി ഞാൻ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾ ആ ലിങ്ക് മുഖാന്തരം എൻ്റെ ആധ്യാത്മികം പ്രഭാഷണം എന്നുള്ള ഗ്രൂപ്പിലേക്ക് കടന്നു വരാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.